Hi friends, welcome to English Mithra. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് വേർഡ്സ് അറിയായിരിക്കും, പക്ഷേ അതിനെ കണക്ട് ചെയ്ത് സെന്റൻസസ് ആക്കി പറയാൻ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് പല സാഹചര്യങ്ങളിലും നമുക്ക് ഫംബിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ വെൻ വി ഫംബിൾ വി സൗണ്ട് ലൈക്ക് നമ്മൾക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. അപ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കാനേ തോന്നില്ലാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ, എസ്പെഷ്യലി ഒരാളെ ആദ്യം മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൻറ്റൻസസ് ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കാം. ഓരോ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെൻറ്റൻസസ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അധികം ഫംബിൾ ചെയ്യാതെ സംസാരിക്കാൻ പറ്റും. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കുറേ നാൾ കൂടി ഒരാളെ കാണുമ്പോഴൊക്കെ നമുക്ക് പറയാം ഹേയ് ഗുഡ് ടു സീ യു. ഓക്കെ, ഹേയ് ഗുഡ് ടു സീ യു. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ സേ ലവ്ലി ടു മീറ്റ് യു. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ലവ്ലി ടു മീറ്റ് യു എന്ന് പറയാം. അല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണുന്ന ആളാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ബേസിസിൽ കാണുന്നില്ല, ഇടയ്ക്ക് വെച്ച് കണ്ടെങ്കിൽ യു ക്യാൻ സേ ഹേയ് ഗുഡ് ടു സീ യു. ഓക്കെ, ശരി. ഇനി നമുക്ക് ചോദിക്കാം ഹൗസ് ഇറ്റ് ഗോയിങ്. ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ എന്താ പരിപാടി എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം ഹൗസ് ഇറ്റ് ഗോയിങ്. അപ്പം ഇപ്പം നമ്മൾ അപ്പുറത്തേ നിൽക്കുന്ന ആളാണ്, നമ്മളോട് ഒരാൾ ഹൗസ് ഇറ്റ് ഗോയിങ് എന്ന് ചോദിക്കണം, നമുക്ക് പറയാം പ്രിറ്റി ഗുഡ് ഹൗ അബൌട്ട് യു. പ്രിറ്റി ഗുഡ് ഹൗ അബൌട്ട് യു. ഓക്കെ, ശരി. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയേക്കാണ്. അപ്പോൾ നമുക്ക് ഒരാളെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോവുക. അപ്പോൾ നമുക്ക് പറയാം ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. I am Aksa. What's your name? Okay, അങ്ങനെ like you know it's just a conversation start. I can say I don't think we have met before. I am Aksa. Okay, നമ്മൾ തന്നെ ചെന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് പരിചയപ്പെടുകയാണെങ്കിൽ we can do that. I don't think we have met before. I am Aksa. Okay, now if there is someone and they're talking about a plan, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയാം. അപ്പം how do you respond to that? You can say sure, sounds like fun. ഇപ്പോൾ സപ്പോസ് ഒരു ലഞ്ച്, ഒരുമിച്ചുള്ളൊരു ടീം ലഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണെങ്കിൽ യു ക്യാൻ സേ ഷുവർ, സൗണ്ട്സ് ലൈക്ക് ഫൺ. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ കൂടെ നമുക്ക് പറയാം ഷുവർ ഐ എം ഇൻ, ഞാനുണ്ട് എന്നുള്ള പോലെ. ഓക്കെ, അവിടെ ഇനി ഇഫ് ദർ ഇസ് യു നീഡ് എ കോൺവെർസേഷൻ ടു സ്റ്റാർട്ട്, ആരോടെങ്കിലും നമുക്കൊന്ന് സംസാരിച്ച് തുടങ്ങണം. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഓ മൈ ഗോഡ് വാട്ട് എ ലവ്ലി ഡ്രസ്, അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാളുടെ ഡ്രസ്സിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓ മൈ ഗോഡ് ഐ ലവ് യുവർ ഷർട്ട്, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും. ഓക്കെ, നൗ അനദർ വൺ, നമ്മളിപ്പം ഇതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊരു പാർട്ടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രസ്സും ഷർട്ടും ഒക്കെ കോംപ്ലിമെൻറ്റ് ചെയ്തൊക്കെ തുടങ്ങാം. അല്ലാത്തൊരു കേസിൽ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ദിവസത്തെ വെതറിനെ പറ്റിയൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാം ഐ കാൺട്ട് ബിലീവ് വാട്ട് എ ഹോട്ട് ഡേ ഇറ്റ് ഈസ്, ഓർ ഐ കാൺട്ട് ബിലീവ് വാട്ട് എ കോൾഡ് ഡേ ഇറ്റ് ഈസ്. ഇനിയിപ്പോൾ ഒരു നല്ല വെതറുള്ള ദിവസമാണെങ്കിൽ ഐ കാൺട്ട് ബിലീവ് വാട്ട് എ ലവ്ലി ഡേ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളൊരു സ്റ്റാർട്ടിങ് ഇടുന്നു. അപ്പം അപ്പുറത്തുനിന്നൊരു എന്തെങ്കിലും പറയും, പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കി പറയാം, ആ രീതിയിൽ. ഓക്കെ, ഇനി നമ്മളൊരു പരിപാടിക്ക് പോയേക്കാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ മാരേജ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. അവിടെ വെച്ച് നമുക്ക് അറിയില്ലാത്ത ഒരാളോട് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ ഹൗ ഡു യു നോ എമി, ലൈക്ക് ഓർ സോ ഹൗ ഡു യു നോ രാഹുൽ. കാരണം അവിടെ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടാണ് അവിടെ ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ അവരാരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അവരെ അറിയാം എന്നുള്ള കോൺവെർസേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ടാണ്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, എൻ്റെ കോളേജ് ഫ്രണ്ട് ആയിരുന്നു, അങ്ങനെ കോൺവെർസേഷൻ വിൽ ഗോ ഓൺ. ഓക്കെ, ശരി. ഇനി നമ്മളോട് ആരെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുന്ന സമയത്ത്, നമുക്കൊരു ജ്യൂസ് ഓഫർ ചെയ്യുന്ന സമയത്ത് ഇഫ് വി ഡോണ്ട് വാണ്ട് ദാറ്റ് വിൽ ബി ലൈക്ക് നോ താങ്ക് യു അല്ലേ. അതിന് പകരം നമുക്ക് പറയാം ഐ എം ഗുഡ് താങ്ക്സ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാലും ഇറ്റ് വുഡ് മീൻ ദ സെയിം ഇൻ എൻ ഇൻട്രസ്റ്റിംഗ് വേ. ഓക്കെ, അനദർ തിങ്, ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് വി ക്യാൻ ആസ്ക് വാട്ട് ഡു യു തിങ്ക്. സോ ഇപ്പോൾ ഒരാൾ പറയുവാണ് let's go for a lunch tomorrow, what do you think? Okay, so what do you think, നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, now another question is another thing you can say is do you have a minute. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരാളോട് ഒരു കാര്യം സംസാരിക്കാൻ പോകും. അപ്പോൾ സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അവരോട് എന്തെങ്കിലും പറയാൻ പോകുന്നതിന് മുന്നേ നമുക്ക് അവർക്ക് സമയമുണ്ടോയെന്ന് ആദ്യം അറിയണം അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കും do you have a minute, can I say something, അങ്ങനെ. ഓക്കെ, ഇനി നമ്മൾക്കിപ്പം ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം can I give you a hand.
ഇപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ഓഫർ ഹെൽപ്പ് ചെയ്യണം, ഒരു സാധനം എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു നമ്മളൊരാളോട് ഒരു ഓഫർ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ചോദിക്കും can I give you a hand? ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലിറ്ററൽ മീനിങ് അല്ല, എന്ന് വെച്ചാൽ ഞാനൊരു കൈ തരട്ടെ എന്ന പോലെ അല്ല, കൈ കൊടുക്കുക എന്നുള്ള മീനിങ്ങേ അല്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള മീനിങ്ങാണ് വരുന്നത് കേട്ടോ. ആൻഡ് അതേപോലെ ഇപ്പം നമ്മളൊരു ടീമായിട്ട് ഇങ്ങനെ വർത്താനം പറയുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുകയാണ് ലെറ്റ്സ് ഗ്രാബ് സം ലഞ്ച്, അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് എ ടീ. ഓക്കെ, അങ്ങനെ ലൈക്ക് യുനോ അങ്ങനെ നമുക്ക് ലെറ്റ്സ് വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ള പോലെ ലെറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയ കുറച്ചൊരു ഫ്യൂ സെൻറ്റൻസസ്. നമ്മൾക്ക് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് നമ്മൾ അടുത്തടുത്ത സെഷൻസിലും പഠിക്കും. ഇന്ന് നമ്മൾ ആളുകളെ മീറ്റ് ചെയ്യുമ്പോഴുള്ള ബേസിക് ആയിട്ട് നമ്മൾക്ക് പറയേണ്ടി വരുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ നോക്കിയത്. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്ഡ് യു. താങ്ക് യു. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.